ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സഹനങ്ങളെ ധ്യാനിച്ച് അവിടുന്ന് നടന്ന വഴികളിലൂടെയെല്ലാം നമ്മളും ധ്യാനാത്മകമായിട്ട് നടക്കാൻ പരിശ്രമിക്കുകയാണ് ഈ കുരിശിൻ്റെ വഴിയിലൂടെ. 2017 നമ്മളിപ്രകാരം ഈ 4 ഫൊറോനകൾ ചേർന്നുള്ള ഈ കുരിശിൻ്റെ വഴി ആരംഭിച്ചത്. നമ്മുടെ പ്രിയങ്കരായ അൽമായ സഹോദരങ്ങളുടെ നേതൃത്വവും അവരുടെ ഒരു വലിയ ഉൾപ്രേരണയുമായിരുന്നു അതിൻ്റെ പിന്നിൽ. അവരെല്ലാവരെയും ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അത് പിന്നീട് ഓരോ വർഷവും അനേകർ പങ്കെടുക്കുന്ന ഒരു വലിയ ആത്മീയ യജ്ഞമായിട്ട് മാറി. അത് നമ്മുടെ അതിരൂപതയിൽ ഓരോ വർഷവും നമ്മൾ താല്പര്യപൂർവ്വം അത് തുടരുകയാണ്. കുരിശിൻ്റെ വഴി ഈശോയെ ഓർത്ത് സഹതപിക്കാനുള്ള ഒരു സമയമല്ല. അത് കർത്താവ് ദുർബലനായി പാവം ഈ കുരിശ് മരണം വരിച്ചല്ലോ എന്നോർത്ത് കർത്താവിനെ ഓർത്ത് സഹതപിക്കാനുള്ള ഒരവസരമല്ല. തന്നെ ഓർത്ത് കരഞ്ഞ സ്ത്രീകളോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും ഓർത്ത് വിലപിക്കുവിൻ എന്നാണ്. അതിൻ്റെ കാരണം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും ധീരമായ പ്രവൃത്തിയായിരുന്നു കുരിശുമരണം. കുരിശുമരണം അത് അറിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുക എന്ന് പറയുന്നത്, അതിന് വലിയ ധീരത ആവശ്യമാണ്. കർത്താവ് ചെയ്ത ഏറ്റവും ധീരമായ പ്രവൃത്തി, മനുഷ്യകുലത്തെ രക്ഷിക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. അത് കുരിശു മരണത്തിലൂടെ സ്വയം യാഗമായിക്കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് തന്നെ അർപ്പിച്ച് അങ്ങനെ മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുകയാണ്. അത് ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലത്. കേവലം ബലിയാടായി അവിടുന്ന് ആ വഴികളിലൂടെ നടക്കുകയായിരുന്നില്ല. ഒരു ലക്ഷ്യസ്ഥാനം മനസ്സിൽ കണ്ടുകൊണ്ട് അവിടുന്ന് മുന്നേറുകയായിരുന്നു. നമ്മൾ ഈ കുരിശിൻ്റെ വഴിയിൽ അനുസ്മരിക്കുന്ന ഓരോ സംഭവവും ആ ലക്ഷ്യസ്ഥാനത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഭവിച്ച പീഡകളും പ്രലോഭനങ്ങളും വേദനകളും ഒക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ കുരിശിൻ്റെ വഴിയും നമ്മുടെ തന്നെ ജീവിത വഴിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് വിധിക്കപ്പെടുന്നത് ധ്യാനിക്കുമ്പോൾ നമ്മളും വിധിക്കപ്പെടുന്നുണ്ട്, അകാരണമായിട്ട് വിധിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ചില സാഹചര്യങ്ങളിലും സ്ഥാനങ്ങളിലും ചില ജീവിതാവസ്ഥകളിലും എത്തിയതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒരു കുറ്റവും ചെയ്തില്ലെങ്കിലും വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരു കുടുംബത്തിൽ ചിലപ്പോൾ വിചാരണ ചെയ്യപ്പെട്ടേക്കാം. നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ കൊണ്ട് വിചാരണ ചെയ്യപ്പെട്ടേക്കാം. നിഷ്കളങ്കർ ഒത്തിരിയേറെ പേര് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ആ വിചാരണയുടെ അനുഭവം നമുക്ക് അന്യമല്ല. അതുപോലെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് മനുഷ്യരുടെ മുമ്പിൽ നഗ്നനായിട്ട് നിൽക്കപ്പെടുന്ന അവസ്ഥ, പലപ്പോഴും മാനം പോകുന്ന അവസ്ഥ, അപമാനിക്കപ്പെടുന്ന അവസ്ഥ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഓരോ ദിവസവും എത്രയോ മനുഷ്യരാണ് അപമാനിക്കപ്പെടുന്നത്. ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന കാലഘട്ടത്തിൽ അനേകർ അപമാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലും അപമാനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. അതുപോലെ ചമ്മട്ടി അടി ഏൽക്കപ്പെടുന്ന സാഹചര്യങ്ങളും മുൾക്കിരീടം വഹിക്കുന്ന സാഹചര്യങ്ങളുമൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ജീവിത വഴിയായിട്ട് മാറുകയാണ്. അവിടെ നമുക്കൊരു വലിയ ധൈര്യം ലഭിക്കുകയാണ്. നമ്മുടെ കർത്താവും ഈ അനുഭവങ്ങളിലൂടെയെല്ലാം കടന്നുപോയി. അവിടുന്ന് വിചാരണ ചെയ്യപ്പെട്ടു. അവിടുന്ന് അകാരണമായി കുറ്റാരോപണം കേൾക്കേണ്ടതായിട്ട് വന്നു. അവിടുന്ന് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. അവിടുന്ന് 2 കള്ളന്മാരുടെ നടുവിൽ മറ്റൊരു കള്ളനെ പോലെ ക്രൂശിക്കപ്പെട്ടു. ഒരു തെറ്റും ചെയ്യാത്തവൻ വലിയ കൊടും പാപിയായി മനുഷ്യരുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടു. ഇതെല്ലാം അവസാനം അവൻ്റെ വസ്ത്രങ്ങൾ പോലും ഭാഗിച്ചെടുക്കപ്പെട്ടു. അവൻ്റെ അമ്മയെ അവൻ കണ്ടുമുട്ടുന്ന ആ നിമിഷവും അവൻ്റെ അമ്മയുടെ മടിയിൽ അവൻ്റെ ശരീരം കിടത്തപ്പെടുന്ന സാഹചര്യങ്ങളുമൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യതയേറിയ അനുഭവങ്ങൾ തന്നെയാണ്.
നമ്മളും ഈ അനുഭവങ്ങളിലൂടെയെല്ലാം കടന്നു പോകുന്നുണ്ട്. നമ്മളും ഒത്തിരിയേറെ ദുരിതങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം കുരിശ് നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്, നല്ല ധൈര്യമായിട്ട് ഈ കുരിശ് വഹിക്കാൻ. കാരണം ഈ കുരിശിൻ്റെ വഴി നമ്മളെ രക്ഷയിലേക്ക് നയിക്കുകയാണ്. നമ്മളുടെ ആത്യന്തിക ലക്ഷ്യമായ രക്ഷയിലേക്ക് ഈ കുരിശിൻ്റെ വഴി നമ്മളെ നയിക്കുകയാണ്. അവിടെ നമ്മളാരും ഒറ്റയ്ക്കല്ലെന്നും നമ്മുടെ കർത്താവ് നമ്മളോടൊപ്പം ഈ കുരിശ് വഹിക്കുന്നുണ്ടെന്നുമൊക്കെയുള്ള വലിയൊരു ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ കുരിശിൻ്റെ വഴിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഈ ദിവസം, ഇന്നത്തെ ഈ സായാഹ്നത്തിൽ നമ്മൾ ത്യാഗപൂർവം ഈ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയും ജീവിതത്തെ ഒരു വലിയ കുരിശാരോഹണം പോലെ നമുക്ക് ഏറ്റെടുക്കാം. അവിടുത്തെ ഈ ജീവിതത്തിലെ സഹനങ്ങൾ, ചിലപ്പോൾ രോഗങ്ങളാവാം, നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളാവാം, ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന ചില സഹനങ്ങളാവാം. നമ്മൾ ബോധപൂർവം ചില സഹനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനും അവരെ വളർത്താനും ഒരു കുടുംബജീവിതം, ഒരുപക്ഷെ ഒരു ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളിയുടെ കൂടെ ജീവിക്കാനും ഒക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കുന്ന സഹനമാണ്. ആ സഹനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ധീരതയോടെ അത് നേരിടാൻ, ഒരു ബലിയാടിനെ പോലെ നേരിടാതെ ധൈര്യപൂർവ്വം അതിലൂടെയെല്ലാം കടന്നു പോകാനുള്ള ഒരു കൃപ, അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ഓരോ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ കൂടുതൽ ധൈര്യമാർജിച്ചവരായി മാറുന്നു, കൂടുതൽ ഉൾക്കരുത്ത് നേടിയവരായി മാറുന്നു എന്ന് പറയുന്നത്. ജീവിതത്തെ നേരിടാനുള്ള കരുത്താണ് പ്രിയപ്പെട്ടവരെ കുരിശ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകാനോ ഓടി ഒളിക്കാനോ ഉള്ള അവസരമായിട്ടല്ല, ജീവിതത്തെ നേരിടുവാൻ കുരിശ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനൊക്കെയുള്ള വലിയൊരു ധൈര്യം ഈ കുരിശിൻ്റെ വഴി നമുക്ക് നൽകുകയാണ്. അതിനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെയും ധീരതയുടെ ഒരു ജീവിതമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് അതിനുള്ള ശക്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കാം. ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്കും ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകും. അത് കൂടുതൽ ശാന്തതയോടെയും സൗമ്യതയോടെയും ധൈര്യത്തോടെയും ജീവിതത്തെ നേരിടാനുള്ള കൃപയാണ്. അതിനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.